ഡിസംബർ 19 ഈ തീയതിയിൽ തിരുസഭ അനുസ്മരിക്കുന്ന വിശുദ്ധർ: വിശുദ്ധ നെമസിയോൺ, വിശുദ്ധ അനസ്താസിയൂസ് പ്രഥമൻ മാർപ്പാപ്പ, വിശുദ്ധ സിൻഡിമിയൂസ്, വിശുദ്ധ സിറിയാക്കൂസ്, വിശുദ്ധ പൗളിലൂസ്, വിശുദ്ധ ദാരിയൂസ്, വിശുദ്ധ സോസിമൂസ്, വിശുദ്ധ പോൾ, വിശുദ്ധ സെക്കുന്തൂസ്, വിശുദ്ധ ഫൗസ്ത, ഔസേരിയയിലെ വിശുദ്ധ ഗ്രിഗറി. വിശുദ്ധ നെമസിയോൺ 250 കാലഘട്ടത്തിലാണ് വിശുദ്ധ നെമസിയോൺ ജീവിച്ചിരുന്നത്. ഡേഷ്യസ് ചക്രവർത്തിയുടെ മതപീഡന കാലത്ത് ഈജിപ്തുകാരനായ നെമസിയോൺ ഒരു മോഷണക്കുറ്റത്തിൻ്റെ പേരിൽ അറസ്റ്റ് ചെയ്യപ്പെട്ടു. പ്രസ്തുത ആരോപണം തെറ്റാണെന്ന് അദ്ദേഹം തെളിയിച്ചപ്പോൾ ക്രിസ്ത്യാനിയാണെന്ന ആരോപണം ഉന്നയിക്കുകയും ഈജിപ്തിലെ പ്രീഫെറ്റിൻ്റെ അടുക്കിലേക്ക് ആനയിക്കപ്പെടുകയും ചെയ്തു. ക്രിസ്ത്യാനിയാണെന്ന കാര്യം അദ്ദേഹം ഏറ്റുപറഞ്ഞു. തൽക്ഷണം ചമ്മട്ടി കൊണ്ട് അടിക്കാനും മർദ്ദിക്കാനും കൽപ്പനയുണ്ടായി. കൊള്ളക്കാരുടെയും കവർച്ചക്കാരുടെയും ഒപ്പം തീയിൽ ദഹിപ്പിക്കാൻ പ്രീഫെറ്റ് ഉത്തരവിട്ടു. അന്ന് പ്രീഫെറ്റിൻ്റെ ന്യായാസനത്തിൽ അമ്മോൻ, സെനോ, ടോളമി, ഇഞ്ചനുവൂസ് എന്നീ 4 പടയാളികളും മറ്റൊരാളും നിൽക്കുന്നുണ്ടായിരുന്നു. ഇവർ 5 പേരും ക്രിസ്ത്യാനികളായിരുന്നു. മർദ്ദന യന്ത്രത്തിൽ കിടന്ന് പിടഞ്ഞിരുന്ന ഒരു ക്രിസ്ത്യാനിയെ സഹായിക്കാൻ അവർ പ്രോത്സാഹിപ്പിച്ചു എന്ന കുറ്റത്തിന് അവരുടെ ശിരസ് ഛേദിക്കാൻ പ്രീഫെറ്റ് ആജ്ഞാപിക്കുകയും ആജ്ഞ ഉടനടി നടപ്പിലാക്കുകയും ചെയ്തു. ഇന്നേ ദിവസം വിശുദ്ധ യോഹന്നാനിന്റെ സുവിശേഷം 11-ാം അധ്യായം 25 മുതൽ 27 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് ധ്യാനിക്കാം. യേശു പുനരുത്ഥാനവും ജീവനും. യേശു അവളോട് പറഞ്ഞു, ഞാനാണ് പുനരുത്ഥാനവും ജീവനും. എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കും. അങ്ങനെ ജീവിക്കുകയും എന്നിൽ വിശ്വസിക്കുകയും ചെയ്യുന്നവൻ ഒരിക്കലും മരിക്കുകയില്ല. ഇത് നീ വിശ്വസിക്കുന്നുവോ? അവൾ പറഞ്ഞു, ഉവ്വ് കർത്താവേ, നീ ലോകത്തിലേക്ക് വരാനിരിക്കുന്ന ദൈവപുത്രനായ ക്രിസ്തു ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കർത്താവായ ദൈവമേ, യേശു ക്രിസ്തുവിനെ പ്രതി പീഡനങ്ങൾ സഹിക്കേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാവുമ്പോൾ പുനരുത്ഥാനവും ജീവനുമായ ദൈവപുത്രനായ യേശു ക്രിസ്തുവിൽ ഉറച്ചു വിശ്വസിച്ചുകൊണ്ട് പീഡനങ്ങൾ ഏറ്റുവാങ്ങുവാനും അത് സഹിച്ചുകൊണ്ട് സാക്ഷിയാകുവാനുള്ള അനുഗ്രഹം ലഭിക്കുവാൻ വിശുദ്ധ നെമസിയോണെ, കർത്താവായ ദൈവത്തോട് ഞങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ച് പ്രാർത്ഥിക്കണമേ.